മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തി കമലത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതവണ ഏട്ടത്തിയോട് പറഞ്ഞതാണ് മനുവും അലീനയും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇപ്പം തന്നെ ആ കാര്യം നോക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്തിന് കമല പറയുന്നുണ്ട്, അവനല്ലേ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അതിൻ്റെ ഒരു താല്പര്യം അത്ര തന്നെയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കരുതിയിരുന്നോ, ഇനിയിപ്പോൾ സ്റ്റൗവും ചാരി നിന്നവൾ പെണ്ണിനെ കൊണ്ട് പോയി എന്ന് പറയേണ്ടി വരുമെന്ന് പറയുന്ന സമയത്തിന് എങ്ങോട്ടേക്ക് പോവാനാന്ന് ചോദിക്കാട്ടോ കമലം. അപ്പോഴും വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നത് പ്രേമമാണ്, പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞത് കേട്ടില്ലേ, അവർ വേണമെങ്കിൽ മലയും കയറും, വേണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കമലക്ക് ഇങ്ങനെ താക്കീത് നൽകുകയാണ് വൈജയന്തി. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ മുത്തശ്ശി വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും അമ്മയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ എവിടെയാണെങ്കിലും അമ്മയ്ക്ക് എന്താണെന്നായിരിക്കട്ടെ വൈജയന്തി ചോദിക്കുന്നത്. എന്നെ ഏതായാലും അവിടെ ആർക്കും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട്, ഓ അങ്ങനെയൊക്കെ നീ അങ്ങ് തീരുമാനിച്ചോ, നിന്റെ 3 മക്കളും കൂടി ഇവിടെയുണ്ട്, ഞാനിനി അവരെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, എൻ്റെ മക്കളെല്ലാം തന്നെ സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവരാണ്, ഞാൻ എപ്പോഴും അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരുവൾ കൂടെയുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ അങ്ങനെ എല്ലാം അങ്ങ് കൈയൊഴിയാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ എല്ലാത്തിനും ആഗ്രഹമുള്ള ഒരുത്തി അവിടെയുണ്ട്, അങ്ങനെ എല്ലാം കൈയൊഴിയാനൊന്നും ഈ വൈജയന്തിക്ക് സമ്മതമല്ല. വൈജയന്തി ഏതായാലും അതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അമ്മയുടെ കൂറ് എങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം, അതും എൻ്റെ ചോറ് തിന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയും, അയ്യടി നിന്റെ ഒരു ചോറ്, ഞാനിവിടെ കഴിക്കുന്നത് ബാലചന്ദ്രൻ്റെ ചോറാണ്, നീ കിട്ടുന്നതെല്ലാം തന്നെ സ്വയമേ അങ്ങ് സമ്പാദിക്കുമല്ലേ എന്ന് ചോദിക്കും. വൈജയന്തി ചോദിക്കുന്നത്, ഞാനിങ്ങനെ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയാന്ന് ചോദിക്കുന്ന സമയത്തന്നെ മുത്തശ്ശി പറഞ്ഞിട്ട്, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട്, അതെ ഞാൻ ഇവിടെ നിന്ന് ചത്തിട്ടങ്ങ് ചെല്ലുമ്പോഴേക്കും എൻ്റെ സൗകര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ നീ സമ്പാദിക്കുന്നത് ഇങ്ങനെ കളിയാക്കി ചോദിക്കും അല്ലേ. എന്നിട്ട് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ ആ കമല അവിടെ നിന്നും ആട്ടി ഇറക്കുന്നതിന് മുൻപേ തന്നെ നീ അവിടെ നിന്നും പടിയിറങ്ങിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ വൈജയന്തി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്തിന് കമല വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ് വൈജയ്, നീ നിന്റെ മക്കളെ നിന്റെ കൂടെ തന്നെ നിർത്തണം, അവരെല്ലാവരും നിന്റെ കൂടെ നിന്നിട്ട് ബാലചന്ദ്രന് എതിരായിട്ട് നിന്ന് സംസാരിക്കണം, അങ്ങനെ നീ അവരെ കൂടെ നിർത്തിയാൽ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് തീരുമാനം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൽ അങ്ങനെ എരിപിരി കയറ്റി കൊടുക്കും. അപ്പോൾ വൈജയ് പറഞ്ഞിട്ട്, അങ്ങനെയൊന്നുമില്ല, ശരിക്കും എൻ്റെ ആങ്ങളമാരെ എല്ലാവരെയും വിളിക്കണം, അതുപോലെ രാവുണ്ണി അമ്മാവനെയും വിളിക്കണം, അങ്ങനെ 4-5 ആണുങ്ങൾ നേരം ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നങ്ങ് ചോദിക്കണം, എങ്കിലേ ബാലചന്ദ്രൻ ഒന്ന് പേടിക്കൊള്ളൂ എന്നൊക്കെ പറയട്ടെ വൈജ. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സൗന്ദര്യം പിണക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് അവരൊക്കെ അബ്രോഡിൽ നിന്ന് ഫ്ലൈറ്റും പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട്, പണ്ട് എൻ്റെ ആങ്ങളമാരെല്ലാം തന്നെ അങ്ങനെയായിരുന്നു, പണ്ട് എനിക്കൊരു ലവ് ലെറ്റർ വന്നതിൻ്റെ പേരിലാണ് ബാലചന്ദ്രനെ അവരിങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കരണം തീർത്തങ്ങ് കൊടുത്തത്, എന്നിട്ടിപ്പോൾ അവരുടെയൊക്കെ ശൗര്യം എങ്ങോട്ടേക്ക് പോയി എന്തോ ഇങ്ങനെ. അപ്പോൾ കമല പറഞ്ഞിട്ട്, എൻ്റെ ആങ്ങളമാരിങ്ങനെയൊന്നുമല്ല, എന്നെ ശിവേട്ടനൊന്ന് കണ്ണുരുട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ആങ്ങളമാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു മാത്രമല്ല ശിവേട്ടനൊക്കെ വരച്ച വരയിലങ്ങ് നിർത്തുമെന്നൊക്കെ പറയും. കമല വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഏതായാലും മക്കളെ നിൻ്റെ കൂടെ തന്നെ നിർത്തണമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട്, കൃഷ്ണമോൾ ഏതായാലും ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് പറയും. അന്നേരം കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതും നീ നിന്റെ കൂടെ തന്നെ നിർത്തിയേക്കണം, നീ കരഞ്ഞിട്ടോ സങ്കടം പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റിയിട്ട് അവളെയും കൂടി നിന്റെ കൂടെ തന്നെ നിർത്തിയേക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരം വൈജയ് പറഞ്ഞിട്ട്, ചിലപ്പോൾ ഞാൻ പറഞ്ഞ അവൾ കേൾക്കുമായിരിക്കും, പ്രശ്നം തീരുകയാണെങ്കിൽ അമ്മയുടെ കൂടെ നിന്നിട്ട് കാര്യമുള്ളെങ്കിൽ ഞാൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം വീണ്ടും വൈജയന്തിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറക്കുന്നത് പോലെ തന്നെ കമല വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഉടനെ തന്നെ നീ ചെയ്യണം വൈജയ്, അല്ലാതെ ഇങ്ങനെ വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വൈജയന്തി പോയിട്ട് ഇതുവരെയായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ അലീനയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും. അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല മുത്തശ്ശി, ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമെന്ന് പറയും. മുത്തശ്ശി സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അതിന് ഇവർ തമ്മിലുള്ള പിണക്കം മാറ്റാൻ എന്താ ഒരു മാർഗമെന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അതിനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, എല്ലാ ആയുധങ്ങളും വെച്ചിട്ട് കീഴടങ്ങണം, എന്നിട്ട് മാഡം മാപ്പും ചോദിക്കണം, അതേ ഇപ്പോൾ ഒരു മാർഗമുള്ളൂ എന്നിങ്ങനെ അലീന പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിൽ അങ്ങനെ കീഴടങ്ങി കൊടുക്കത്തൊന്നുമില്ല എന്ന് പറയും. അപ്പോഴും അലീന പറഞ്ഞിട്ട്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ കുടുംബമാണ് നശിച്ചു പോകുന്നത്, കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ നല്ല കെയർ കിട്ടേണ്ട സമയമാണ്, ഇവരിങ്ങനെ നടന്നിട്ട് പിന്നെ അവർ പോയിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതിനെ പറ്റിയിട്ട് ചോദിക്കാൻ പറ്റുമോ, ഇല്ലല്ലോ, അന്നേരം അവർ തിരിച്ചു ചോദിക്കത്തില്ലേ നിങ്ങളെല്ലാവരും ചെയ്തതൊക്കെ ശരിയായിരുന്നോ എന്ന്. അന്നേരം ഇവരെന്ത് മറുപടി കൊടുക്കും. അതുമല്ല ഇപ്പം കൃഷ്ണമോളെയും ബബിതേനെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ്, അല്ലാതെ അവർ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏതെങ്കിലും കുരുക്കിപ്പോയി ചാടും. രോഹിത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ആ ഹരിശങ്കറുമായിട്ടുള്ള ബന്ധമൊന്നും നിർത്തിയിട്ടില്ല. ഇതൊക്കെ ആരാണ് കാണേണ്ടത്, ഞാനാണോ? ഞാനൊന്നല്ല ഇതൊന്നും അറിയേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് മാഡാണ്.
അതിനുശേഷം സാറും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയണം. ഞാൻ ഇവർ വെറും ഒരു വേലക്കാരി മാത്രമാണ് മുത്തശ്ശി, അല്ലാതെ എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട് മോളെ നീ ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുണ്ട്? ഈ കാര്യങ്ങളൊന്നും തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും അവളല്ലേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് മുത്തശ്ശിയും പറയും. മുത്തശ്ശി പറഞ്ഞിട്ട് അവൾ ഏതായാലും ഇവിടെ നിന്ന് പോയിരിക്കുന്നത് കൊല്ലപ്പള്ളിയേക്കല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസവും അല്ലെങ്കിൽ ഒരുപാട് സമയമൊന്നും അവൾ അവിടെ നിൽക്കത്തില്ല. കാരണം വൈജയന്തിക്ക് കമലയെ ഇഷ്ടമല്ല, കമലയ്ക്ക് വൈജയന്തിയെ ഇഷ്ടമല്ല. അത് രണ്ടുപേർക്കും മനസ്സിലറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈജയന്തി ഏതായാലും അവിടെ ഒരുപാട് നേരമൊന്നും നിൽക്കത്തില്ല എന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. ഇതേ സമയത്തിന് വൈജയന്തിയും അതുപോലെ തന്നെ കമലയാണെങ്കിലോ ഹോം നേഴ്സിന് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഡിസ്കഷനിലായിരിക്കും. ഫോൺ ചെയ്തിട്ട് പറയുന്നിട്ട് ഹോം നേഴ്സ് റെഡിയാണ്, വന്നിട്ട് അഡ്വാൻസ് തന്നിട്ട് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയും. ഹോം നേഴ്സിനെ കിട്ടിയത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല ആശ്വാസമായി. കമല ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ ഹോം നേഴ്സുമായിട്ട് നീ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ ബാലചന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങോട്ട് ഹോം നേഴ്സിനെ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അന്നേരം കമല ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നാട്ടോ വൈജയന്തി പറയുന്നത്. അന്നേരം ബാലചന്ദ്രൻ നിന്നെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് വൈജയന്തി പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ ഇഷ്ടക്കേടൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, ഏതായാലും എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾ 4 പേര് നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന പോലെ സംസാരിക്കുകയാണ് വൈജയന്തി. കമല വൈജയന്തി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരവസരം കിട്ടുന്ന സമയത്തിന് വൈജയന്തി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പുച്ഛഭാവത്തോടു കൂടി ഇങ്ങനെ കളിയാക്കി തിരിച്ചിരിക്കുമായിരിക്കും കേട്ടോ കമല. കാരണം വൈജയന്തിയുടെ കുടുംബജീവിതം തകർന്നു പോകാൻ തന്നെയായിരിക്കും കമല ആഗ്രഹിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജയന്തി ഏതായാലും ഹോം നേഴ്സ് റെഡി ആയതുകൊണ്ട് തന്നെ നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പോവാണ്. അങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്തിന് വൈജയന്തി വെച്ച സ്ഥലത്തൊന്നും താക്കോല് കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ താക്കോല് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഹരിയുടെ പെങ്ങളും വന്നിട്ട് ആ ഒരു താക്കോല് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ആ സമയത്തായിരിക്കും ഹരി ആ ഒരു താക്കോലും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എടാ എൻ്റെ താക്കോല് കണ്ടോടാന്ന് ചോദിക്കുന്ന സമയത്തിന് ആ ഒരു താക്കോൽ അങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കും. അന്നേരം വൈജയന്തി ചോദിക്കുന്നതിന് എൻ്റെ വണ്ടി എടുത്തിട്ട് നീ എങ്ങോട്ടേക്ക് പോയതാടാന്ന് ചോദിക്കും. അന്നേരം ഹരി പറയുന്നിട്ട് ഒന്നുമില്ല, ആൻറ്റി ഇന്നലെ വന്നപ്പോൾ തന്നെ ആ കാറിൻ്റെ ഉള്ളിൽ നിന്നും എന്നെ അൺനെസസറി സൗണ്ട് കേട്ടു, അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതാന്ന് പറയും. അപ്പം നീ എവിടെ വരെ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്ന സമയത്തിന് ടൗൺ വരെ പോയതുള്ളൂ എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നീ എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ടുണ്ട്, സത്യം പറയടാ എന്താടാന്നൊക്കെ ചോദിക്കും. അന്നേരം ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് ഹരിയുടെ അനിയത്തി പറയുന്നുണ്ട്, അത് മിക്കവാറും ഗേൾഫ്രണ്ടിൻ്റെ കോളേജിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട് പോയതായിരിക്കുമെന്ന് പറയും. അന്നേരം വൈജയന്തി ദേഷ്യപ്പെട്ട് ഹരിയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയതിന് ശേഷം കമലയോട് പറഞ്ഞിട്ട് അതെ ഇവൻ്റെ പോക്ക് അത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അന്ന് ഇവൻ കടപ്പാട്ടൂർ വന്നിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ കമലയെടുത്തി അറിഞ്ഞില്ലായിരുന്നോ എന്നും ചോദിക്കും. അന്നേരം കമല പറഞ്ഞിട്ട് അതിനിപ്പോൾ ഇവനെ മാത്രം തെറ്റു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, രോഹിത്താണ് ഇവനെ ചീത്തയാക്കുന്നത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും രോഹിത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ചീത്തയാക്കുന്നൊന്നുമില്ലല്ലോ, അവൻ അങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു വെക്കുന്നത് എന്ന് പറയും. അന്നേരം മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ കമല പറഞ്ഞിട്ട് ഇവർ 2 പേരും കണക്കാണ്, അതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടും തർക്കിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയും. വൈജയന്തി ഏതായാലും ഹരിയുടെ കയ്യിൽ നിന്ന് ആ ഒരു താക്കോൽ അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തിനെ ഒന്ന് ചോദിക്കുക എന്നൊരു മര്യാദ ഉണ്ട്, എന്നിട്ട് അതുപോലും നീ എന്താ കാണിക്കാന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഹരി പറഞ്ഞിട്ട് ചോദിച്ചാൽ ആൻറ്റി തരില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാതിരുന്നത് എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ വൈജയന്തി പുറത്തേക്ക് പോകുന്നത്. ഇതൊന്നും തന്നെ കണ്ടിട്ട് കമലക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കമലക്ക് മുഖം കൊടുക്കാതെ പയ്യെ അവിടെ നിന്ന് ചുരുണ്ടുകൂടി നിന്നതിന് ശേഷം മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഹരി. വൈജയന്തി ഏതായാലും ആ ഒരു ഹോം നേഴ്സിനെ കൂട്ടിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹാവു വലിയ വീടാണല്ലോ എന്ന് പറയുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നാലല്ലേ വീടിൻ്റെ വലിപ്പം അറിയാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഹോം നേഴ്സിനെ കൂട്ടിയിട്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് ബബിത് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മേ ഇതാരാന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്ന് പറയും. അന്നേരം പിന്നെ അലീനയോ എന്ന് ചോദിക്കും. അന്നേരം അലീനെ ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ പോവുകയാണെന്ന് പറയാട്ടോ. അതിനിപ്പോൾ അച്ഛൻ സമ്മതിക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് അച്ഛൻ്റെ സമ്മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം വൈജയന്തി. അങ്ങനെ വൈജയന്തി ഏതായാലും ആ ഹോം നേഴ്സിനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇതാണ് കിച്ചൺ, ഇതാണ് ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ പരിചയപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് ആ ഹോം നേഴ്സ് ചോദിക്കുന്നത് ടി വി കാണുന്ന ഏരിയ ഏതാണെന്ന് ചോദിക്കും. അന്നേരം ടി വി ഏരിയ കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് അവർ പറയുന്നുണ്ട് എനിക്ക് സീരിയൽ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് വൈകിട്ട് 7 മണി മുതൽ 10 വരെയും അതുപോലെ തന്നെ വൈകിട്ട് 2 മുതൽ 5 മണി വരെയും എനിക്ക് സീരിയൽ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറയും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് എപ്പോഴാണ് ജോലി എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അന്നേരം അവർ പറഞ്ഞിട്ട് ഞാൻ രാവിലെ തൊട്ട് 12 വരെ ആയിരിക്കും ജോലി ചെയ്യുന്നത്, 12 മണിയാകുമ്പോഴേക്കും എൻ്റെ ജോലികളെല്ലാം തന്നെ തീരും, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സീരിയലൊക്കെ മുഴുവനായിട്ട് കാണണമെന്ന് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ടോ. പക്ഷേ അവരോട് തട്ടിക്കയറാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് നിൽക്കുമായിരിക്കും.
അങ്ങനെ അമ്മയെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് തന്നെ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈജയന്തി ഇത് കാണുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നത്, ആഹാ നീ ഇങ്ങ് പോന്നോ, ഇന്നലെ മൊത്തം നീ അവിടെ ആയിരുന്നോടി എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയും. അങ്ങനെ ആ ഒരു ഹോം നേഴ്സിനെ അകത്തേക്ക് വിളിപ്പിച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദേ അമ്മേ, ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പുതിയ ഹോം നേഴ്സോ, ഇവർക്ക് ശരിക്കും ജോലി ചെയ്യാനൊക്കെ അറിയാവോ, അതോ എപ്പോൾ നോക്കിയാലും ഫോണും അതുപോലെ തന്നെ ടിവിയും തോണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അവൾ ജോലിയൊക്കെ ചെയ്തോളും എന്നിങ്ങനെ വൈജയന്തി പറയുന്ന സമയത്തിന് നീ ഈ കാര്യം ബാലചന്ദ്രനോട് ചോദിച്ചിരുന്നോ എന്ന് ചോദിക്കാണ് മുത്തശ്ശി. അന്നേരം വൈജയന്തി പറഞ്ഞത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. മുത്തശ്ശി ചോദിക്കുന്നത്, നീ എന്തിനാ ഈ വീട്ടിലേക്ക് വേറൊരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നത്, ഇവിടെ അലീന ഉണ്ടായിട്ടും എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞത്, ഈ വീട്ടിൽ ഇവൾ കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഇവൾ ഇനിയും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പുതിയ ഹോം നേഴ്സ് വന്ന സ്ഥിതിക്ക് ഇവൾ ഇന്ന് തന്നെ ഇവിടെ നിന്നും പോയിക്കോളും എന്ന് പറയാണ്. എന്നിട്ട് അലീനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ തന്നെ ഇവിടെ നിന്നും പോകാൻ റെഡി ആയിട്ടിരുന്നതല്ലേ, അതുകൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറഞ്ഞിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഇന്ന് തന്നെ ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം, പക്ഷേ പോകുന്നതിന് മുൻപേ തന്നെ ബാലചന്ദ്രൻ സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയും. വൈജയന്തി പറഞ്ഞിട്ട്, നീ ആരോടും ഇനി പറയാനൊന്നും നിൽക്കണ്ട, നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോയിക്കോ, നീ പോയി എന്ന കാര്യം ഞാൻ ബാലചന്ദ്രൻ സാറോട് പിന്നീട് അങ്ങ് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ വൈജയന്തി. അതോടുകൂടി തന്നെ അലീനയും പുറകെ അങ്ങ് പോവും. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ വിഷമത്തിലിരിക്കുന്ന മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് കാണിക്കുന്ന താഴത്തെ ബഹളമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ കോളിംഗ് ബെല്ലടിക്കാണ്. കോളിംഗ് ബെല്ലടിച്ച് ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്നാൽ അലീനയുടെ കൂടെ തന്നെ വൈജയന്തിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. അലീന കയറി വന്ന പാടെ തന്നെ ഈ ഒരു വിഷമങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് വിഷയം മാറ്റുന്ന രീതിയിൽ തന്നെ അലീനയോട് പറഞ്ഞിട്ട്, അതെ എനിക്കൊരു കുക്കുംബർ സാലഡ് വേണമെന്ന് പറയും. അത് കേട്ടോണ്ടത്തിന് വൈജയന്തി പറഞ്ഞിട്ട്, കുക്കുംബർ സലാഡ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാമെന്ന് പറയാട്ടോ. അത് കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരെയാണ്. നീ എങ്ങാനും എനിക്ക് കുക്കുംബർ സലാഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ആ പ്ലേറ്റോട് കൂടെ തന്നെ ഞാൻ നിന്റെ തലയിലേക്ക് അങ്ങ് ഇട്ട് കഴുത്തുമെന്നൊക്കെ പറയും. മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാണെന്നൊക്കെ. നിന്നെ കാണുമ്പോൾ എനിക്ക് പ്രഷർ കൂടും, അറ്റാക്കും വരും, അതുകൊണ്ട് നിന്നെ ഞാൻ ഇനി എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോകരുത്. നിന്നെ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ റിസ്ക് എടുത്തിട്ട് മുകളിലേക്ക് കയറി വന്നത്. എന്നിട്ടിപ്പോൾ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സമ്മതം പോലുമില്ലാതെ നീ എൻ്റെ മുറിയിലേക്ക് വരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തിയോട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാട്ടോ ബാലചന്ദ്രൻ. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്കും ഭയങ്കര ദേഷ്യം വരാണ്. വൈജയന്തി പറയുന്നത്, അതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി ഇവള് വേണ്ട, ഞാൻ പുതിയൊരു ഹോം നേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ ഇവിടെ ഹോം നേഴ്സായി നിർത്തിയിരിക്കുന്നത് അലീനയാണ്, ആ കാര്യം അവൾക്ക് ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഹോം നേഴ്സായിട്ട് വെച്ചോ, അതും നിൻ്റെ അമ്മേൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി മാത്രം, എനിക്കുള്ള കാര്യങ്ങളൊക്കെ അലീന ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറയും. അന്നേരം വൈജയന്തി എതിർത്ത് കൊണ്ട് തന്നെ പറയുന്നത്, ഇനി മുതൽ ഞാനും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും, എനിക്കും ഇവിടെ അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ അലീന ഇനി ഇവിടെ വേണ്ട, ഈ ഹോം നേഴ്സ് മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം വരും. ബാലചന്ദ്രൻ നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് എല്ലാവരും ഹാളിൽ നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഇങ്ങനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് തന്നെ അലീന എവിടെ നിന്നും പറഞ്ഞു വിടണോ, നിനക്കിനി അലീനയുടെ സേവനമൊന്നും ആവശ്യമില്ല എന്ന് ചോദിക്കുന്ന സമയത്തിന്, ഇല്ല എനിക്ക് അവളേറ്റ് ഒരു സേവനവും ആവശ്യമില്ല എന്ന് പറയും വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ശരി നിനക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ നീ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു തരി ഭക്ഷണം പോലും ഇനി മുതൽ വൈജയന്തിക്ക് കൊടുക്കരുത്, ഇനി തൊട്ട് എൻ്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി എന്നും പറയും. അതിനുശേഷം വൈജയന്തിയോട് പറഞ്ഞിട്ട്, നീ ഇനി മുതൽ ഈ വീട്ടിൽ നിന്നും അലീനയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന പച്ചവെള്ളം പോലും കുടിച്ചു പോകരുത് എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തർത്ഥം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതെന്താ എനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ അധികാരവും അവകാശവും ഒന്നുമില്ലേ, നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, അതെ നിനക്ക് ഈ വീട്ടിൽ യാതൊരുവിധ അധികാരവും അവകാശവും ഒന്നുമില്ല, നിന്റെ അധികാരങ്ങളെല്ലാം തന്നെ ഞാൻ പണ്ട് എവിടെ നിന്നും എടുത്തു കളഞ്ഞു കഴിഞ്ഞു, ഇപ്പം നീ ഏതായാലും ഈ വീട്ടിൽ തന്നെ ഒരു അധികപ്പറ്റാണ്, അത് എന്തിൻ്റെ പേരിലാണോ നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കൊന്നും വേണ്ട, അതൊക്കെ ഇനി നാളെ നീ മനസ്സിലാക്കിക്കോളും, പക്ഷേ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും അലീനെ എവിടെ നിന്നും പറഞ്ഞു വിടാമെന്നൊന്നും നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഈ ബാലചന്ദ്രൻ ഇവിടെ ഉള്ളിടത്തോളം കാലത്തിന് അലീനയും ഇവിടെ കാണും, അവൾ എൻ്റെ മകളായിട്ട് ഇവിടെ തന്നെ കാണുമെന്നിങ്ങനെ വിളിച്ചു പറയാട്ടോ ബാലചന്ദ്രൻ. അത് കേൾക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരാണ്. ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഏതായാലും ഒരു ഹോം നേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ, അത് നിൻ്റെ കാര്യം നോക്കാനും നിൻ്റെ അമ്മയുടെ കാര്യം നോക്കാനും മാത്രം അങ്ങ് ഏൽപ്പിച്ചാൽ മതി, പക്ഷേ ഈ ബാലചന്ദ്രൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഈ അലീന മാത്രം മതി, ഇവിടെ വേറെ ആരും വേണ്ട. ഇനി ഇവിടെ ആരൊക്കെ നിൽക്കണം, ആരൊക്കെ എവിടെ നിന്ന് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, അലീന എവിടെ നിന്ന് പോകണോ വേണ്ടതെന്നൊക്കെ ഈ ബാലചന്ദ്രൻ തീരുമാനിക്കും. മക്കളുടെ എല്ലാവരെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇത്രമാത്രം സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്തിന് വൈജയന്തിക്ക് പിന്നെ അതിനെതിരായിട്ടൊന്നും തന്നെ പ്രതികരിക്കാൻ കഴിയുന്നില്ല.
മക്കളെല്ലാവരും ഒരു കാഴ്ചക്കാരെ പോലും നോക്കി നിൽക്കുകയാണെന്ന് മാത്രം. പുതിയ ഹോം നേഴ്സിനെ എത്രയും പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ തന്നെ അവിടെ നിന്നും ആട്ടിപ്പായിക്കും. അതിനു മുന്നോടിയായിട്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നത്, തൽക്കാലം നിന്റെ ഹോം നേഴ്സിനെ നീ തന്നെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിക്കോ, നിന്റെയും നിന്റെ അമ്മയുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം. അലീനെ എവിടെ നിന്നും പറഞ്ഞു വിടാമെന്ന് നിനക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തിയെ എതിർത്ത് സംസാരിക്കാട്ടോ ബാലചന്ദ്രൻ. അതോടുകൂടി തന്നെ വൈജയന്തിയുടെ ആ അഹങ്കാരം ഒന്നങ്ങ് തീർന്നു പോവാണ്. ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വൈജയന്തി വീണ്ടും വന്ന് ബാലചന്ദ്രനോട് പറഞ്ഞിട്ട്, ആയിക്കോട്ടെ ബാലചന്ദ്രൻ എങ്ങനെയെന്ന് വെച്ചാൽ കളിച്ചോ, ഞാൻ ഏതായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ നീ കാണിച്ചോ, നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ, നീ ഇവിടെ നിന്ന് കാണിച്ചാൽ മതി, പക്ഷേ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കരുത്, നീ എങ്ങാനും അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാലചന്ദ്രൻ ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.